ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായി റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്, ഒരു വെറൈറ്റി ചിക്കൻ കറി തന്നെയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് നമ്മുടെ ചിക്കൻ കറി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരാനൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകും, ഒരു വലിയ ഉള്ളിയും, ഒരു തക്കാളിയും, കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കറിവേപ്പിലയും വലിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം, നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെയൊന്നും നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം വഴണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി മുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകവും കൂടെ നമ്മൾ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടില്ല, ഇത് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതും കൂടെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളിയും, വെളുത്തുള്ളി, ഒരു ഇഞ്ചിയുടെ കഷ്ണവും, വലിയ ജീരകവും കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്തതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് വാട്ടിയെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് അങ്ങ് മസാലപ്പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ സിമ്മിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമ്മൾ 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കണത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഫസ്റ്റ് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് വരും, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ട രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചിക്കൻ കറി റെഡിയാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് കഴിച്ച് നോക്കുകൊണ്ടു. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക്
നല്ലതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കൂടുതൽ വെള്ളത്തിലല്ല ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഇനി നല്ല ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം വെള്ളമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഉപ്പും എല്ലാം പാകത്തിനില്ലേ എന്നുള്ളതൊന്നും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണെങ്കിലും ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം വെള്ളം ഇതിലുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഇതുപോലെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കനും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. എനിക്ക് ഇത്രയും ഗ്രേവിയിലാണ് നമ്മുടെ കറി വേണ്ടത്. നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേവി ഒന്നും കൂടെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ കറി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്ര ഗ്രേവി വേണം. അപ്പോൾ ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.